ഹായ് ഹലോ സെലിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു തേങ്ങയുടെ, അതായത് ഒരു തേങ്ങയുടെ പകുതി, ഒരു മുറിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം തേങ്ങാപ്പാൽ കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ച ഈ ഒരു തേങ്ങാപ്പാൽ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴൊന്നും ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പകുതി മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ പകുതി പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയാണ് നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. നമ്മളിവിടെ ജലാറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇവിടെ കോൺഫ്ലവർ മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു 3 സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കോൺഫ്ലോറും അതുപോലെ തന്നെ പാൽപ്പൊടിയൊക്കെ നല്ലതുപോലെ ഈ ഒരു തേങ്ങാപ്പാലിൽ മിക്സായി കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിലെ കട്ടകളൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാൽ നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിലൊക്കെ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു പുഡിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാനൊക്കെ. നമുക്ക് വേറെ മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജലാറ്റിനും അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഒന്നും തന്നെ ആവശ്യമില്ല. വീട്ടിൽ കോൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന നല്ലൊരു പുഡിങ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഒഴിച്ചിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ് ഒഴിച്ചു കൊടുക്കാനുള്ള ഈ ഒരു പാത്രം റെഡിയാക്കി എടുക്കാം. ഇതിൽ ഒന്നുകിൽ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്കിതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ 2 പാത്രത്തിലായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നമുക്കൊരു 20-30 മിനിറ്റോളം മതിയാകും. ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് അവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കറിയാം നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു പുഡിങ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവാണ് കേട്ടോ. തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്